ഹലോ! അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രമോല നെടുമ്പുരയ്ക്കൽ വീട് നാട്ടുകാർ വന്ന് വളഞ്ഞ് ആക്രമണത്തോട് ആക്രമണമാട്ടോ. അതായത് കല്ലേറും ബഹളവും ആ ഗേറ്റിന്റെ അവിടെ വന്ന ആൾക്കാര് ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ബഹളവും ഒച്ചപ്പാടും കല്ലേറും വടിയും കൊണ്ടൊക്കെ ഏറുവാണ്. ജനാലയൊക്കെ പൊട്ടി തകരുന്നുണ്ട്. അപ്പൊ അലീനയായാലും നമ്മുടെ കൃഷ്ണമോളായാലും പേടിച്ച് വിറങ്ങലിച്ച് ഉള്ളില് ഇങ്ങനെ കല്ലേറൊക്കെ ജസ്റ്റിനാട്ടോ അവരുടെ അരികത്ത് കൂടെയൊക്കെ കല്ല് പോകുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി രക്ഷപ്പെട്ട് ഇങ്ങനെ ഭയങ്കര വിറങ്ങലിച്ച് നിൽക്കുവാണ്. നമ്മുടെ അലീന കൃഷ്ണമോളെ ഇങ്ങനെ ചോർത്ത് പിടിച്ച് നിർത്തുന്നുണ്ടേ. അപ്പുറത്ത് നമ്മുടെ ഡോക്ടർ വന്നിട്ട് വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, "ഓ, നിങ്ങൾ വലിയ വലിയ ആൾക്കാരൊക്കെ ആണല്ലോ, എന്നിട്ട് ഇങ്ങനെ പീഡന വീരന്മാരൊക്കെ ആയിട്ടാണോ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നേ" എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വൈജയ്ക്ക് ആ പത്രം ഡോക്ടർ വായിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ വൈജയന്തി ആ പത്രം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പുറത്ത് നമ്മുടെ അളിയൻ ബാലചന്ദ്രനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ സഹോദരിയുടെ ഭർത്താവ്. അപ്പൊ അദ്ദേഹത്തോട് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, "എടോ, എനിക്ക് ഇന്നത്തെ പത്രം വായിക്കാതെ തന്നെ അറിയാം. എന്താണ് അതിൽ വന്നിട്ടുള്ളതെന്ന്. എനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ അവര് എഴുതുള്ളൂ എന്നെനിക്കറിയാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്" എന്ന് പറയുന്നുണ്ട്. "ഇതൊക്കെ തരണം ചെയ്തേ പറ്റൂ" എന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ടേ. അപ്പുറത്ത് നമ്മുടെ രേവതിക്കുട്ടി നമ്മുടെ അലീനയെ വിളിച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. "ചേച്ചി അവിടെ കുടുങ്ങിപ്പോയല്ലോ, സാരമില്ല ചേച്ചി, സമാധാനായിട്ടിരിക്ക്" എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. എന്തായാലും ബാക്കി കാത്തിരുന്ന് തന്നെ കാണാം ട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.